ഹായ് ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി അതാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വേഗം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കാണുന്ന ചേരുവകളെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നല്ലപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരച്ച് വെച്ച ഈ സാധനം അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണെന്ന് വിചാരിച്ച് ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കേണ്ട. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആ മസാലയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കുക. ഒരു 3 വിസിലടിഞ്ഞ് പ്രഷർ പോക്കിയിട്ട് ഓപ്പൺ ആക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര തിക്കായിട്ടുള്ള ചിക്കൻ കറിയാണ് നോക്ക്, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് പത്തിരീൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പത്തിരി ഒന്നും നിങ്ങൾക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ശരി.